ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. മലയാളക്കരയുടെ മടിശീല കിലുക്കുന്ന സുന്ദരിയാണ് ഇടുക്കി. കുമളിയിൽ നിന്നും മധുരയിലേക്കുള്ള ഹൈവേ കടന്നു പോകുന്നത് കമ്പം താഴ്വരയിലൂടെയാണ്. ലോവർ ക്യാമ്പിന് സമീപം തമ്മനംപെട്ടിയിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ ഉൾഗ്രാമത്തിലാണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഫാം ഇവിടെ തുടങ്ങാനുള്ള കാരണം, ഒന്ന് കേരളത്തിൽ നിന്നുള്ള അടുത്തൊരു സ്ഥലമാണ്, പിന്നെ മുല്ലപ്പെരിയാർ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. തീർത്തും വ്യത്യസ്തമായ രീതിയിൽ തനത് പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഏദൻ തോട്ടമാണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാം. ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും ഈ ഫാമിനെക്കുറിച്ച് ഏറെ പറയാനുണ്ടാവും. കാരണം പച്ചക്കറിയോടൊപ്പം പഴങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ കൊച്ചിക്കാരൻ ഈ തോട്ടം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ തോട്ടത്തിലെ പ്രധാന ഇനം മാതളം തന്നെയാണ്. പൊതുവെ വരണ്ട കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ബഗുവ ഇനത്തിൽപ്പെട്ട ഈ മാതളച്ചെടികൾ മീനമാസത്തിൽ പൂവിട്ട് തളിർക്കുകയും ചിങ്ങത്തിൽ കായ്കൾ പഴുത്ത് വിളവെടുപ്പിന് തയ്യാറാവുകയും ചെയ്യുന്നു. നമുക്കൊരു ഓർഗാനിക്കിൻ്റെ ഔട്ട്ലെറ്റിന് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സിന് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് സാറ് കംപ്ലീറ്റ് ഓർഗാനിക്കായിട്ട് പ്യുവർ ഓർഗാനിക്കായിട്ട് പോകണമെന്ന് പറഞ്ഞ് യാതൊരു നോ കോംപ്രമൈസ് അതിനകത്ത്, കെമിക്കലിൻ്റെ കോംപ്രമൈസ് വേണ്ട, ബയോ
ഓർഗാനിക് ഇത് തന്നെ മതി. അതിനാണ് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഇനിഷ്യലി നമുക്ക് അതിനകത്തുള്ള ബെനിഫിറ്റ് കിട്ടിയില്ല, പർച്ചേസ് ഇല്ലായിരുന്നു, അതിനെ പറ്റിയ ഒരു വെളിയിൽ അറിയത്തില്ലായിരുന്നു. പറഞ്ഞാൽ ആർക്കും മനസ്സിലായി, ഓർഗാനിക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലായില്ല. പഴം കാണുമ്പോൾ വളരെ ചൊറി പോലെ ഇരിക്കുന്നു, ആർക്കത് വേണ്ട. തമിഴ്നാട്, കേരള, ആന്ധ്ര, കർണാടക എന്ന് നമുക്ക് ഓർഡറുണ്ട്. ഇത് ദിവസം ഞങ്ങൾ മാർക്കറ്റിംഗ് അങ്ങനെ ചെയ്യുന്നത്. ബസ്സിൽ ഞങ്ങൾ ദിവസം ഒരു 100 കിലോ അങ്ങോട്ട് ഓർഡർ പ്രകാരം കൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. ഷുഗറിനും ഡയബറ്റിക്കിനും ഇതിനെല്ലാം വളരെ ഇതാണെന്ന് പറഞ്ഞാൽ മേടിക്കുന്നത്. ഇപ്പോൾ ആ ബേസിലാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഇനം ചാമ്പകളും സപ്പോട്ട മരങ്ങളും സീതപ്പഴം, നോനിപ്പഴം, അങ്ങനെ വിവിധ ഇനം ഫലവൃക്ഷങ്ങളാൽ സമ്പന്നമാണ് ഈ തോട്ടം. കൃഷിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഹാർവസ്റ്റ് ഒരു സർവകലാശാല തന്നെയാണ്. ഞങ്ങളുടെ ഈ ഹാർവസ്റ്റ് ഫ്രഷ് ഫാം 35 ഏക്കർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ ഞങ്ങൾക്കൊരു ഫാം സ്റ്റേക്കുള്ള സെറ്റപ്പ് ഉണ്ട്. ഈ ഫാം സ്റ്റേയിൽ ഞങ്ങൾക്ക് താമസിക്കുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് കറങ്ങി നടന്ന് കാണുവാനും എൻജോയ് ചെയ്യുവാനുമായിട്ട് ഒരു 30 തൊട്ട് 40 വരെയുള്ള ഫ്രൂട്ട്സ് തരങ്ങളുടെ കൃഷിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഓരോ തോട്ടങ്ങളും പ്രത്യേകം തിരിച്ച് ഓരോ വിശുദ്ധന്മാരുടെ പേരുകൾ നൽകിയിരിക്കുന്നു. ഇവരുടെ കൃഷിയിലെ ആത്മീയതയും വിശ്വാസവുമാണ് ഇത് നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ലാഭമില്ലാത്തൊരു ഈ പ്രസ്ഥാനം വളരെയധികം കഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു പ്രചോദനം ഞങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അത് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങളിത് മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇനം തെങ്ങുകളും മുളകളും ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സഞ്ചാരികളുടെ ദാഹമകറ്റാനും ഫാമിനകത്തെ ഗ്രാമവീഥികളെ കൂടുതൽ മോടി പിടിപ്പിക്കാനും ഇത് സഹായകമാവുന്നു. മുളകളുടെ കാര്യത്തിലുമുണ്ട് ചില പ്രത്യേകതകൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച അപൂർവ ഇനം മുളകളുടെ ഒരു കലവറ തന്നെയാണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാം. ഞങ്ങളുടെ ഈ ഫാമിൽ വിവിധ ഇനം ബാംബു ചെടികൾ നട്ടിട്ടുണ്ട്. മെയിനായിട്ട് ഇൻറ്റേർണൽ റോഡ്സിൽ വഴി മുഴുവൻ ബാംബു ആണ് നട്ടിരിക്കുന്നത്. തോട്ടിമുളയും ലാത്തിമുള, പിന്നെ ബുദ്ധ ബാംബു ഉണ്ട്, യെല്ലോ ബാംബു, പിന്നെ ബ്ലാക്ക് ബാംബു, പിന്നെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് 1-2 വെറൈറ്റി ബാംബു ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഗസ്റ്റ് നടക്കുമ്പോൾ ഇവിടെ ഒരു ഷെയ്ഡ് കിട്ടാനും ഒരു ലാൻഡ്സ്കേപ്പിങ്ങിനും, പിന്നെ തോട്ടിമുളയ്ക്കും ലാത്തിമുളയ്ക്കും ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്. അതിന് ഇവിടെ ആവശ്യക്കാർ വന്ന് വില കൊടുത്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് സ്പാനിഷ് പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടമാണ്. വേലിക്കല്ലുകൾ നാട്ടി അതിൽ കമ്പികൾ പാകിയാണ് ഇതിനെ പരിചരിക്കുന്നത്. ഏറെ ഗുണസമ്പുഷ്ടമായ ഒരു പാനീയമാണ് സ്പാനിഷ് പാഷൻ ഫ്രൂട്ട്. ഇവിടെ എത്തുന്ന അതിഥികൾക്ക് സ്വാഗത പാനീയമായും ഇത് ഹാർവസ്റ്റിൽ നൽകുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലെത്തുന്ന എല്ലാ ഗസ്റ്റിനും വന്നാൽ ഉടനെ ഞങ്ങൾ നൽകുന്നത് ഒരു വെൽക്കം ഡ്രിങ്ക്സാണ്. ഈ വെൽക്കം ഡ്രിങ്ക്സ് ഞങ്ങളുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന മാതള നാരങ്ങയുടെ ജ്യൂസോ, പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസോ, മുള്ളാത്തയുടെ ജ്യൂസോ, മാംഗോ ജ്യൂസോ എല്ലാം ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സുകളാണ്. ഈ ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയും ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെ വളർത്തുന്ന പച്ചക്കറികളിൽ നിന്നും എടുത്ത് പാകം ചെയ്ത് നൽകുന്നതുമാണ്. ക്യാൻസറിനും മറ്റും പ്രതിരോധ മരുന്നായി ഉപയോഗിക്കുന്ന മുള്ളാത്തയുടെ ഒരു പ്രത്യേക തോട്ടം തന്നെ ഇവിടെയുണ്ട്. കച്ചവടത്തിനപ്പുറം
ഈ മരുന്നുപഴം എല്ലാവർക്കും മിതമായ നിരക്കിൽ ലഭ്യമാക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഈ കൊച്ചിക്കാരൻ ഈ തോട്ടം സംരക്ഷിക്കുന്നത്. ഞാനീ നിൽക്കുന്ന ഇപ്പോൾ ഞങ്ങളുടെ മുള്ളാത്തയുടെ തോട്ടമാണ്. ഇത് 2ാം വർഷം കഴിഞ്ഞ് 3ാം വർഷത്തിലോട്ട് എത്തിയിരിക്കുന്ന ചെടിയാണ്. ഈ വർഷം തൊട്ട് ഇത് കായ്ച്ചു തുടങ്ങും. ഇതിന് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ചെടിയാണിത്. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇത് കൂടുതൽ ഞങ്ങൾ എല്ലാ ഓർഗാനിക് സ്റ്റോഴ്സിലും വലിയ മോളിലുള്ള ഹൈപ്പർ മാർക്കറ്റ്സിലുമാണ് ഞങ്ങളിത് വിൽക്കുന്നത്. ഇപ്പോൾ ഇതിന് ഈ ക്യാൻസർ പേഷ്യൻസ് ഇപ്പോൾ ധാരാളം കൂടിയതുകൊണ്ട് ഇത് അവർക്ക് വളരെ പ്രയോജനപ്പെട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ബ്ലോക്ക് മുഴുവൻ മുള്ളാത്ത അല്ലെങ്കിൽ സോർ സോപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അതാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപൂർവ ഇനം പേരകളുടെ കലവറയാണ് ഇക്കാണുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ബ്ലോക്ക് മുഴുവൻ പേരയ്ക്കാണ് നട്ടിരിക്കുന്നത്. ഇത് ലക്നൗ വെറൈറ്റി പേരയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഞങ്ങൾ ഫാം തുടങ്ങിയപ്പം ഞങ്ങൾ കൂടുതലും മാതളമാണ് എല്ലായിടത്തും വെച്ചിരുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി മാതളത്തിൻ്റെ സീസൺ കഴിയുമ്പം പിന്നെ കുറേ നാളത്തേക്ക് ഇവിടെ ഒന്നും ആൾക്കാർ വിസിറ്റേഴ്സ് വരുമ്പോൾ ഇവിടെ ഒന്നും കാണാനില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നീട് മൾട്ടിപ്പിൾ ഫ്രൂട്ട് ട്രീസ് വെച്ച് പ്ലാന്റ് ചെയ്തു. അപ്പോൾ ഇവിടെ മുഴുവൻ ലക്നൗ വെറൈറ്റിയും പിന്നെ കിലോ പേരയാണ് വെച്ചിരിക്കുന്നത്. വിവിധ ഇനം മാവുകളും പപ്പായത്തോട്ടവുമാണ് മറ്റൊരു പ്രത്യേകത. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ ഗുണം കൊണ്ടും വലിപ്പം കൊണ്ടും ഒന്നാമതാണ്. വിളവെടുപ്പിനു ശേഷം അടുത്ത സീസണിലേക്ക് ചെടികൾ വെട്ടിയൊരുക്കുന്നതിലും ഇവർ ശ്രദ്ധാലുക്കളാണ്. ഈ മരക്കൊമ്പുകൾ പാഴാക്കാതെ അരിഞ്ഞെടുത്ത് കമ്പോസ്റ്റ് വളമായി ഉപയോഗിക്കുന്നു. അങ്ങനെ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിൽ തന്നെയാണ് ഇവർ മുന്നേറുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഈ കഷ്ടപ്പാടിനൊക്കെ ഇപ്പോൾ ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞങ്ങളിവിടെ ഫാം ടൂറിസം ആക്ടിവിറ്റിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അത് ബേസിക്കലി 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങൾക്കൊരു ഈ ഫാമിൽ നിന്നുള്ള ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയും കൂടെ, അതുകൂടാതെ വി വാണ്ടഡ് പീപ്പിൾ ടു കം ഹിയർ ആൻഡ് ഇവിടുത്തെ ഓർഗാനിക് ഫാമിങ്ങും അതിൻ്റെ ഫാമിംഗ് പ്രാക്ടീസസൊക്കെ പഠിക്കാനും അവർക്കൊരു അവസരം ഉണ്ടാക്കാനും, അതുകൂടാതെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫാമിങ്ങിലോട്ട് ഇറങ്ങാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടാനും കൂടിയാണ് ഞങ്ങൾ ഈ ഫാം ടൂറിസം തുടങ്ങാനുള്ള ഒരു കാരണം. സോ ഇവിടെ വരുന്ന പല ആൾക്കാരും ഒരു കൃഷിയെക്കുറിച്ച് അറിയാൻ മേലാത്ത ആൾക്കാരും, അതുപോലെ ഒരു പശുവിനെയോ കോഴീനെയോ ഒന്നും കാണാത്ത പല ഫാമിലീസും ഇവിടെ വന്നിട്ടുണ്ട്. സോ അവർക്കൊക്കെ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ഫാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പം. അതുപോലെ പല ആൾക്കാർക്കും ഫാമിങ്ങിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു പ്രചോദനം ഇവിടെ വന്ന് കണ്ടിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അതൊരു ഭയങ്കര ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണിത്. പ്രതികൂല കാലാവസ്ഥയിലും മറ്റും ചെടികൾ നഷ്ടപ്പെട്ടു പോയാൽ അതിന് പകരം നട്ടുപിടിപ്പിക്കാൻ ഇവിടെ ഒരു നഴ്സറി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഫാം ടൂറിസത്തിൽ ഞങ്ങളുടെ ഇനിയൊരു പ്രത്യേകത ഉള്ളത് നഴ്സറിയാണ്. നഴ്സറി എന്ന് പറഞ്ഞാൽ സാധാരണ ഓർഡിനറി കാണുന്ന നഴ്സറി പോലല്ല. ഞങ്ങളുടെ ഇത് മോസ്റ്റ്ലി ഓൾ ഇമ്പോർട്ടഡ് ബാംബു ഐറ്റംസും മറ്റേ ഫോറിൻ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് ആണ്. കോസ്റ്റ്ലി പ്ലാന്റ്സ് ആണ്, ബട്ട് മാർക്കറ്റിങ്ങിന് നന്നായിട്ട് പോകുന്നുണ്ട്. കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മോർ ദൻ 3000 പ്ലാന്റ്സ് മോഡലുണ്ട്.
റെഗുലറായിട്ട് ആൾക്കാർ വരിക പോവുക. ഞങ്ങൾക്കൊരു ഔട്ട്ലെറ്റ് വെളിയിലുണ്ട്, അവിടെയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ ജൈവകൃഷിയിലെ കറതീർന്ന കൃത്യതയ്ക്കും നന്മയ്ക്കുമുള്ള അംഗീകാരങ്ങൾ ഹാർവസ്റ്റ് ഫ്രഷ് ഫാമിനു മാത്രം സ്വന്തമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിദേശികളടക്കം ഒട്ടേറെ സഞ്ചാരികൾ ഹാർവസ്റ്റിനെ തേടി ഇവിടെ എത്തുന്നത്. നന്മയുള്ള പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണവും വിഷരഹിത വിഭവങ്ങളുമാണ് ഇവിടെ അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഫാമിൽ ഗ്രൂപ്പുകളായിട്ട് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫാം വിസിറ്റും അതോടുകൂടി തന്നെ ലഞ്ചോ സ്നാക്സോ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾക്കിവിടെ ഉള്ളതാണ്. 100, 200, 300, 500 പേര് വന്നാലും വി ഹാവ് ഓൾ ഫെസിലിറ്റീസ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് താമസിക്കുന്ന ഗസ്റ്റുകൾക്ക് ഏറ്റവും വില കുറഞ്ഞ പച്ചക്കറികൾ കിട്ടുന്ന ഇന്ത്യയിലെ ഏക സ്ഥലമാണ് ഗൂഡല്ലൂർ. അതുപോലെ തന്നെ പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും വാങ്ങിക്കുന്നതിന് കേരളത്തിൽ നിന്ന് പോലും കച്ചവടക്കാർ വന്ന് വാങ്ങിക്കുന്ന കമ്പം മാർക്കറ്റ് ഇവിടുന്ന് 18 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും വരുന്ന ഗസ്റ്റുകൾക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ വാങ്ങിച്ചു കൊണ്ട് പോകാവുന്നതാണ്. ഫാമിനകത്തെ ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ പാരമ്പര്യ സഞ്ചാരമാർഗങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാളവണ്ടിയും ട്രാക്ടറും മറ്റും അതിൽ ചിലതാണ്. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ഈ കാഴ്ചകൾ തന്നെ ധാരാളം മതി. ഫാമിന് പിറകിലുള്ള ഈ വെള്ളച്ചാട്ടം മുല്ലപ്പെരിയാറിലെ ജലമാണ്. ഏറെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. തോട്ടത്തിൻ്റെ ഉയരക്കാഴ്ചകൾക്കായി പ്രത്യേകം സ്ഥലങ്ങളിൽ വാച്ച് ടവറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നയനമനോഹരമാണ് ഈ കാഴ്ചകൾ. താഴ്വാരങ്ങൾ, കുന്നുകൾ, പൂച്ചെടികൾ. നമ്മളൊരു 3500 വെറൈറ്റി പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്, മരത്തൈകൾ വെച്ചിട്ടുണ്ട്. കാരണം ഒരു റെയിൻ ഫോറസ്റ്റ് കാണിക്കാൻ 1 ഏക്കറിനകത്ത് 3500 ട്രീ പ്ലാന്റ്സ്, മാഗണി, തേക്ക്, ഈട്ടി, റോസ് വുഡ്, ചന്ദനം, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇത് വെച്ചിട്ട് ഇതിനകത്ത് ബേഡ്സും ബട്ടർഫ്ലൈസ് കൊണ്ടുവരാനാണ് നമ്മുടെ പ്ലാൻസ്. ഒരു ട്രീ ടോപ്പ് ഒരു ഹൗസ് പണിന്നിട്ട് അതിനകത്ത് ഒരു ഫോറസ്റ്റിനകത്ത് റെയിൻ ട്രീ ഫോറസ്റ്റ് പോലെ കാണിക്കാനാണ് ഒരു 3500 1 ഏക്കർ കംപ്ലീറ്റ് ഇതിനെ ഒതുക്കിയിരിക്കുക. വിശ്രമത്തിനും പഠനത്തിനുമായി ഹാർവസ്റ്റിൻ്റെ പ്രകൃതിജീവന അന്തരീക്ഷം നിങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാം. കാഴ്ചയുടെ കാനന ഭംഗികൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഹെർബൽ പ്ലാന്റ്സ് ഈ ഫാമിനകത്തുണ്ട്. ഇത് മെയിൻലി ഓർഗാനിക്കായിട്ട് കാണിക്കാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രഭാതങ്ങളെ ഉന്മേഷഭരിതമാക്കാൻ പോരുന്നതാണ് ഈ ഔഷധത്തോട്ടം. കേവലം വിനോദത്തിനപ്പുറം ആത്മീയവും പ്രാർത്ഥനാപൂർവവുമായ ഒരന്തരീക്ഷമാണ് ഈ ഔഷധത്തോട്ടം
നമുക്ക് സമ്മാനിക്കുന്നത്. ഓർഗാനിക് ഫാമിൻ്റെ ഇനിയൊരു സ്പെഷ്യാലിറ്റി സ്പിരിച്വൽ ആംബിയൻസ് ആണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു മെൻ്റലി സ്പിരിച്വലായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വരുന്നവരും വളരെ ഒരു ആത്മീയ ലൈനുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത് കമ്പത്ത് പള്ളിയുണ്ട്, ഞായറാഴ്ച വന്ന പള്ളിയിൽ പോകാൻ. തൊട്ടടുത്ത് കുമ്മിളിയിൽ 10 കിലോമീറ്റർ പള്ളി, കമ്പത്തും 10 കിലോമീറ്റർ പള്ളി, കുർബാനയ്ക്ക് പോകാനുള്ള സൗകര്യം. ഇവിടെ ഇനിയൊരു സ്പെഷ്യാലിറ്റി പറയാനുള്ളത്, ഞങ്ങൾ രാവിലെ പണി തുടങ്ങുന്ന ഒരു പ്രയർ കൊണ്ടാണ്. ഇതിനകത്ത് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഗുജറാത്ത് പിള്ളേരുണ്ട്. ഇവരെല്ലാം ബൈബിൾ വായിക്കുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. ലോക്കൽ കൂടുതൽ ലോവർ ക്യാമ്പിൽ നിന്ന് വരുന്ന പണിക്കാരും രാവിലെ വന്നാൽ 6 മണിക്ക് വന്നിട്ട് ഇവിടെ ഒരു ചെറിയ പ്രാർത്ഥന, ഒരു 15 മിനിറ്റ് പ്രാർത്ഥന പറഞ്ഞാണ് നമ്മളിത് സ്ഥാപനം തുടങ്ങുന്നത്. അതിനാൽ തന്നെ വിശ്വാസപൂർവ്വം നമുക്ക് കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് ഹാർവസ്റ്റ് ഫ്രഷ് ഫാം. കേരളത്തോട് ചേർന്നു കിടക്കുന്ന ഈ ഏദൻ തോട്ടം നിങ്ങളെ ഭൗതിക പിരിമുറുക്കങ്ങളിൽ നിന്നും ശാന്തിയുടെ ആത്മീയ തലങ്ങളിലേക്ക് എടുത്തുയർത്തും എന്ന് നിസ്സംശയം പറയാം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കും.